ഓക്കെ, മിസ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർക്ക് യുവർ അറ്റൻഡൻസ്. ഇനിയാണ് എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് യുവർ അറ്റൻഡൻസ്. 32 participants. Okay, mark your attendance now. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്ത ശേഷം മാത്രമേ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാവുള്ളൂ. എന്നാൽ മാത്രമേ അതിവിടെ രജിസ്റ്റർ ആവുള്ളൂ കേട്ടോ. 33 participants. Deekshit, okay. Ajal, okay. Then Afras, Ayan, Devarsha P, Biona, Nilanjana, yes, Haubara, Ryan, okay. ഒരു പ്രാവശ്യം റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു തവണ മാത്രം ചെയ്താൽ മതി. റയാൻ പി പി, ഓക്കെ. ആരാണ്? ജോവിൻ ജോമൽ, ഓക്കെ, ഗുഡ്, പ്രസന്റ്. അമൻ മാധവ്, ദെൻ നാസാമറിയതിനൊന്നും കണ്ടില്ലോ. ഐഫൂന, നാസാമറിയം, ഗുഡ്. ദെൻ നിവേദ്യ ചെയ്തോ? പ്രസന്റ് മാർക്ക് ചെയ്തോ നിവേദ്യ? ആരവ് പി വിനോദ്, ആയുഷ്, ഫാത്തിമ ജുമാന, ഗുഡ്, ഓക്കെ. Good. Then, okay, 39 participants. എല്ലാവരും പെർസെന്റ് മാർക്ക് ചെയ്തില്ലേ? ഓക്കെ, ലെറ്റ് us start. Okay, good. Yeah, listen. മൊബൈലിൽ കാണുന്നില്ലേ മക്കളെ? സ്ക്രീനിൽ വന്നില്ലേ? ഷോ മി യുവർ തംബ് ഇഫ് യു ക്യാൻ സീ ഇറ്റ്. ഓക്കെ, ഗുഡ്. ദേവർഷ, ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് എന്താ പറഞ്ഞേ? ഓക്കെ, നമ്മൾ ഓൺമൈ പ്ലേറ്റ് എടുത്തു, അതിൻ്റെ സ്ലൈഡ് ഷോ ഒക്കെ കണ്ടല്ലേ? മക്കളോട് ഓരോരുത്തരോടും ഞാൻ 5 times അതിലെ വേർഡ്സുകൾ എഴുതി അയക്കാൻ പറഞ്ഞിട്ട് എത്ര പേര് അയച്ചു തന്നു മിസ്സിന്? വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് മിസ്സിന് അത് അയച്ചു തന്നത്. അതുകൊണ്ടാണ് മിസ് ഈ ക്ലാസ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് കുറേ വേർഡ്സുകളുണ്ട്, അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഉണ്ട് പഠിക്കാൻ. അതുകൊണ്ടാണ് മിസ് ഓരോന്നും 5 times എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരാൻ വന്നിട്ട് വളരെ കുറച്ച് കുട്ടികളെ ചെയ്തു തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് മിസ് ഇന്നും സെയിം ലെസൺ എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ആ പാഠത്തിൽ പഠിക്കാനുള്ള നോട്ട്. ഓക്കെ, അത് എന്ത് ചെയ്യണമെന്ന് മിസ് പറഞ്ഞുതരാം. ഓക്കെ, റെഡി? ഫസ്റ്റ് വൺ, ഓൺ മൈ പ്ലേറ്റ്. ഫസ്റ്റ് വൺ ഈസ് fill in the blanks. Filling the blanks. Take your textbook, page number 154, on my plate. Page number 54, on my plate. Okay? Okay? Right. Take your notebook also. Take your notebook also. GK notebook. Take your GK notebook. Okay? Then write chapter 3. സ്പെല്ലിംഗ്. ആരാടാ ഇത് സ്ക്രീനിൽ വരച്ചോണ്ടിരിക്കുന്നേ? മിസ്സിന് പണിയാക്കുക. ഇനി വരച്ചോ, ഇനി വന്ന് വരയ്ക്കുന്ന കാണട്ടെ. അങ്ങനത്തെ മിടുക്കന്മാരെയൊക്കെ പൂട്ടാൻ ഇവിടെ മാർഗമുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എഴുതിയോ? ചാപ്റ്റർ CHAPTER, ചാപ്റ്റർ 3. ആ നോട്ട്ബുക്കിന്റെ റെഡ് കളർ ലൈൻ ഇല്ലേ അവിടെ, ചാപ്റ്റർ 3. തൊട്ട് താഴത്തെ ലൈനില് ഓൺ മൈ പ്ലേറ്റ്. ഓൺ മൈ പ്ലേറ്റ്. ഓൺ മൈ പ്ലേറ്റ്. റെഡി? അണ്ടർലൈൻ ഇറ്റ്. അണ്ടർലൈൻ ഇറ്റ്. ഓക്കെ, യാ. ഇനി മാർജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ഔട്ട് ഓഫ് മാർജിൻ, മാർജിൻസിന്
1 എഴുതുക 1. ഓക്കെ 1. ഇനി ഇൻസൈഡ് ദ മാർജിൻ മാർജിനുള്ളില് എന്ത് ചെയ്യണം? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതിക്കാൻ നോട്ട് എല്ലാവരും. ഇപ്പൊ തന്നെ നിങ്ങളെ കൊണ്ട് മിസ് നോട്ട് എഴുതിക്കാൻ പോവാ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. FILLINTHEBLANKS. Fill in the blanks. Then underline it. You can use color pencils to underline. Okay, color ഉപയോഗിക്കാം നിങ്ങൾക്ക്. നിങ്ങളുടെ ബുക്ക് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് കളറിങ് ചെയ്യാം. ഓൺ മൈ പ്ലേറ്റ് എഴുതിയിട്ട് അതിന്റെ ഓൺ മൈ പ്ലേറ്റ് വേറെ ഏതെങ്കിലും കളർ കൊണ്ട് എഴുതുക. ബുക്ക് നീറ്റ്, പക്ഷെ കുത്തി വരയ്ക്കാനും വൃത്തികേടാക്കാൻ പാടില്ല. നമുക്ക് നന്നായി ഡെക്കറേറ്റ് ചെയ്യാം കളർ പെൻസിലും കളറൊക്കെ ഉപയോഗിച്ചിട്ട്. കുത്തി വരയ്ക്കല്ല കേട്ടല്ലോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് കളേഴ്സ് ഉപയോഗിക്കാം അണ്ടർലൈൻ ചെയ്യാനും ഹെഡിങ് എഴുതാനും ഒക്കെ കളർ. അപ്പോൾ നിങ്ങളുടെ ബുക്ക് കാണാൻ വളരെ മനോഹരമായിരിക്കും. വേണമെങ്കിൽ ചിത്രങ്ങളും മുറിച്ചൊട്ടിക്കാം. നോട്ടിൽ എഴുതുമല്ലോ നിങ്ങൾ, അതിൻ്റെ ഇവിടെ ആയിട്ട് സ്പേസ് ഉണ്ടാവുമല്ലോ, അവിടെ ഈ വസ്തുക്കളുടെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബുക്ക് കളർഫുൾ അല്ലേ, ബ്യൂട്ടിഫുൾ ആക്കാം. അതിൻ്റെ പേരിൽ ഓവർ വർക്ക് ചെയ്തിട്ട് വൃത്തികേടാക്കല്ലേ. ഓക്കെ, മിസ് നിങ്ങളുടെ ബുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അന്നേരം മിസ് നോക്കും ആരൊക്കെയാണ് ബുക്ക് എന്തൊക്കെയാ ചെയ്യുന്നതൊക്കെ മിസ് ചെക്ക് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഫസ്റ്റ് 1 എഴുതിലോ. ഇനി മാർജിന്റെ പുറത്ത് തന്നെ 1 എഴുതുക. ലെഫ്റ്റ് സൈഡിൽ, മാർജിന്റെ ലെഫ്റ്റ് സൈഡിൽ 1. ഫസ്റ്റ് 1 B-E-D. അങ്ങനെ എഴുതിക്കേ. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എഴുതിക്കേ. B-E-D. റെഡി? ആ ചിത്രത്തിനകത്ത് ആ സാധനം ഉണ്ട്, നോക്കിക്കേ. നിങ്ങളുടെ ഓൺ മൈ പ്ലേറ്റ് എന്നുള്ള പാഠത്തിൽ തന്നെ ആ ഇതുണ്ട്. അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരം എഴുതിക്കേ. അവിടെ ചിത്രമേ ഉള്ളൂ, സ്പെല്ലിംഗ് ഇല്ല. എന്നതായിരിക്കും? മിസ് ഉത്തരം പറയാൻ പോവാണ്. നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ നോക്കുക. ഇല്ലെങ്കിൽ മായിച്ചിട്ട് ശരിക്കും എഴുതിക്കോ. BREAD. ആറും എയും. BREAD. ബ്രെഡ്. BREAD. ബ്രെഡ്. Then 2. Left side of margin, near the margin, left side. Then write there 2. Then right side of margin, M-N-O. Okay, M-N-O. നിങ്ങൾ ആൻസർ എഴുതിക്കേ. അറിയാവോ നോക്കട്ടെ. ഓക്കെ, ആൻസർ ചെക്ക് ചെയ്തോ. MANGO. മാംഗോ. MANGO. മാംഗോ. കണ്ടില്ലേ? ലാസ്റ്റ് 12th വൺ മാംഗോ. ഇനി ലെഫ്റ്റ് സൈഡ് ഓഫ് മാർജിൻ റോമൻ ലെറ്റർ 2. ഈ 2 വര, ഈ 2 റോമൻ ലെറ്റർ ഒക്കെ മക്കൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. 2 എഴുതുക കേട്ടോ. ഇതാണ് റോമൻ ലെറ്റർ എന്ന് പറയുവേ, 2 വര വരുന്നത് മാർജിന്റെ ലെഫ്റ്റ് സൈഡ് ഓഫ് മാർജിൻ.
Write name of 3 bodybuilding foods. WRITE, right? WRITE, right? NAME, NAME, name. NAME, name. Of, of. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതണേ. അമ്മ മായ്ച്ച് ഹെൽപ്പ് ചെയ്തിരുന്നുണ്ടല്ലേ ദേവർഷയ്ക്ക്. വൃത്തിക്ക് എഴുതണേ മക്കളെ, മിസ്സിന് വായിക്കാൻ പറ്റണം നിങ്ങൾ നോട്ട് അയച്ചു തരുമ്പം. റൈറ്റ് നെയിം ഓഫ് 3, THREE, 3, THREE, 3. Bodybuilding foods, bodybuilding foods. BODY, പറഞ്ഞോണ്ട് എഴുതിക്കേ സ്പെല്ലിങ്, പറഞ്ഞോണ്ട് എഴുതിക്കേ. ബോഡി, BODY. മിസ് പറയുന്നതിന് കൂടെ പറഞ്ഞോ, BODY, ബോഡി. ബിൽഡിംഗ്, BUILDING, BUILDING, ബോഡി ബിൽഡിംഗ് ഫുഡ്, FOOD, ഫുഡ്. Write name of 3 bodybuilding foods. ഇനി തൊട്ട് ലൈൻ ബിലോ, ഓക്കെ, അതിന് തൊട്ട് താഴത്തെ ലൈനില് ആൻസർ എന്ന് മാർജിന് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് ANS ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് മാർജിൻ. ANS, ആൻസർ. അത് തെറ്റാണല്ലോ എഴുതി വെച്ചേക്കുന്നത്. ബോഡി ബിൽഡിങ്ങിന്റെ ആൻസർ അവിടെ നോക്കിയത്. ആൻസർ ശരിയായ ആൻസർ മിസ് പറയാം. അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ പ്രിന്റ് ചെയ്തപ്പം? ആൻസർ ഫിഷ് പറയാം. ഫസ്റ്റ് വൺ ഈസ് ഫിഷ്, FISH, ഫിഷ്, FISH, ഫിഷ്. ബോഡി ബിൽഡിംഗ് അല്ലേ വേണ്ടേ? FISH, ഫിഷ്. ദെൻ എഗ് ആണ് കേട്ടോ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എഗ് എഴുതിയാൽ മതി. EGG, എഗ്, EGG, എഗ്. ദെൻ എഗ്, EGG, എഗ്. പിന്നെ ബോഡി ബിൽഡിംഗ്, ദെൻ മാംഗോസ് പ്രൊട്ടക്റ്റീവ് ആണ്. പൾസസ്, PULSE, PULSE. PULSE എഴുതിയോ? ഒന്നാമത്തെ ഫിഷ്, FISH, ഫിഷ്, കോമ, എഗ്, EGG, എഗ്, ആൻഡ് AND, ആൻഡ് ദെൻ മിസ് എന്താ പറഞ്ഞ? പൾസ്, PULSES, പൾസ്. ഓക്കെ, ദെൻ
ഇനി തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് റോമൻ ലെറ്റർ 3 on left side of margin. ദേവർ റിച്ചാർഡ് എഴുതിയ മോനെ? ഗുഡ്. Third one, write 3 energy giving foods. WRITE. മക്കള് തന്നെ എഴുതാൻ പഠിച്ചേ. അമ്മേനെ ശല്യപ്പെടുത്താതെ മക്കള് തന്നെ എഴുതാൻ പഠിച്ചേ. അതിനല്ലേ മിസ് ഹെൽപ്പ് ചെയ്യുന്നേ. എന്തിനാ അമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്നേ? WRITE, റൈറ്റ് 3 THREE 3. WRITE, right 3 THREE 3 energy giving foods, that is ENERGY. എനർജി മിസ് പറയുന്നതിന്റെ കൂടെ സ്പെല്ലിംഗ് പറഞ്ഞേ. ENERGY, എനർജി. ഗീവിങ് GIVING, ഗീവിങ്. ഫുഡ് FOOD, ഫുഡ്. എന്താ അമൃത? What happened? Okay, good. Answer ANS, left side of margin. മാർജിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതണം കേട്ടോ. ANS, ആൻസർ. എനർജി ഗീവിംഗ് അല്ലേ? സോ പൊട്ടറ്റോ POTATO, POTATO, പൊട്ടാറ്റോ. എന്താണ്? ആരാണ് കൈ ഉയർത്തിയത്? നാസ, എന്താ മോളെ? ഒന്നും കൂടി ഒന്ന് പറയോ? ഏത് ആ ഫിഷ് എത്രാമത്തെ? ആ ഫിഷില്ലേ? ഒന്ന് പറയാം. റൈറ്റ് ദ നെയിം ഓഫ് 3 ബോഡി ബിൽഡിംഗ് ഫുഡ് അല്ലേ? അതില് ഫിഷ് FISH, ഫിഷ്. എഗ് EGG, എഗ്. പിന്നെ മിസ് പറഞ്ഞ എഗ്. പിന്നെ ദെൻ പൾസ് PULSES. ഫിഷ്. അത് എഴുതിയവർ എഴുതണ്ട. ഒരു കുട്ടി സംശയം ഉള്ളതുകൊണ്ട് മീൻസ് റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. എഴുതിയവർ എഴുതണ്ട. സെക്കൻഡ് വൺ, റൈറ്റ് നെയിം ഓഫ് 3 ബോഡി ബിൽഡിംഗ് ഫുഡിന്റെ മിസ് റിപ്പീറ്റേഷൻ നടത്തുകയാണ്, കാരണം ഒരാൾക്ക് എഴുതിയിട്ടില്ല അതുകൊണ്ട്. ആൻസർ ഫിഷ്, എഗ് EGG, എഗ്. പൾസ് PULSES, പൾസ്. ഇതിനകത്ത് പിയും മാംഗോസോ കൊടുക്കുന്നത്. പിയും മാംഗോസോ ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവര് ബോഡി ബിൽഡിംഗ് സഹായിക്കുന്നില്ല എന്നല്ല, മെയിൻലി വരുന്നില്ല എന്നേ ഉള്ളൂ. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നില്ല എന്നേ ഉള്ളൂ, ജനറലേ വരും. Third one, write 3 energy giving foods. Answer potato. Okay, bread, cheese. Good. POTATO, potato. Bread BREAD.
ഓക്കെ ബ്രെഡ്. ഓക്കെ ദെൻ ചീസ്, പാൽക്കട്ടി. ഓക്കെ ചീസ്. എന്ത് അമൃതയും ഫാത്തിമയൊക്കെ അങ്ങോട്ട് പോയി? അമൃത കുട്ടി, ഫാത്തിമ ഉറങ്ങാൻ പോവാണോ? ഹലോ ഫാത്തിമ, സ്റ്റക്കായോ? ഉറങ്ങാൻ പോവാണോ? നേരെ ഇരുന്നേ. പൊട്ടറ്റോ, ബ്രെഡ് ആൻഡ് ചീസ്. ഇനി വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. പറ്റുമോ? ഏതായിരിക്കും? റൈറ്റ് നെയിം ഓഫ് 3 പ്രൊട്ടക്റ്റീവ് ഫുഡ് അല്ലേ? പ്രൊട്ടക്റ്റീവ് ഫുഡ് എഴുതണം. ഓക്കെ എഴുതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറേ അയക്കുമ്പോൾ മക്കൾക്ക് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് കുറച്ചതാ. പ്രൊട്ടക്റ്റീവ് ഫുഡും ഉണ്ട് കേട്ടോ. ഓക്കെ ഫിനിഷ്. കഴിഞ്ഞോ? ഫാത്തിമ, റിച്ചാർഡ്, അമൃത. ഓക്കെ ഇത്രയും പേര് ഇപ്പം ഇത് സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് മിസ്സിനെ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ ഐഫൂന, അലൻ ജോസഫ്. അലൻ ജോസഫ് വീഡിയോ കാണുന്നില്ലല്ലോ മിസ്സിന്. കൊണ്ട് ബിയോണ ഫിനിഷ്. ഓക്കെ ജിയ, നിയ ഫിനിഷ് ചെയ്തോ? ദേവാങ്ക് മോനെ എഴുതി കഴിഞ്ഞോ? ഓക്കെ ദേവർഷ കഴിഞ്ഞു. ദേവാങ്ക് ക്യാൻ യു ഹിയർ മീ? ഓക്കെ ദീക്ഷിത് വി. ഓക്കെ ദീക്ഷിത എഴുതി കഴിഞ്ഞോ? സെറ എഴുതിയ മോളെ? നീലാഞ്ജനേനെയും റിയാനെയും ഒന്നും കാണുന്നില്ല. അറിയാൻ വന്നു. നീലാഞ്ജന ഓക്കെ ഫിനിഷ്. റയാൻ കുറെ പേർ മക്കൾ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വെർ ഇസ് ജുമാന? ഫാത്തിമ ജുമാന എന്നെ കാണുന്നില്ലല്ലോ. അമൻ മാധവിനെ കാണുന്നില്ല. അമൻ വേർ ആർ യു? ഓക്കെ അനാമിക, അയാൻ എഴുതി കഴിഞ്ഞ മോനെ? അൻവിത ഓക്കെ സാവിയോ ഫിനിഷ്. നിവേദ്യ എഴുതി കഴിഞ്ഞോ മോളെ? നിവേദ്യ എഴുതി കഴിഞ്ഞോ? ഗുഡ്. നൂറാസ് ഓക്കെ. ആദിത്തനൂപ്, നൈല ഓക്കെ ഗുഡ്. നൈല എഴുതി കഴിഞ്ഞ മോളെ? മുഹമ്മദ് ആബീസ് അല്ലേ? മക്കൾ. അദീന എഴുതി കഴിഞ്ഞോ? അദീന കുട്ടി മിടുക്കി. നമ്മുടെ ആരവ് പി വിനോദിന്റെ വീഡിയോ കാണുന്നില്ലല്ലോ. ഫാത്തിമ ജുമാന റെഡി. കണ്ടു മിസ് കണ്ടു. മിസ് കണ്ടു 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 കണ്ടു. ജുമാന കുട്ടീനെ കണ്ടു കേട്ടോ. ജിയാറോസെ, ജിയാറോസെ എന്ത് പറയുന്നു? സുഖാണോ? നമ്മുടെ GK ഇല്ല കേട്ടോ. ഇനി വരുന്ന നമ്മുടെ പീരിയോഡിക് എക്സാമിൽ മക്കൾക്ക് GKയുടെ എക്സാം ഇല്ല കേട്ടോ. ആരവ് കണ്ടു, മിസ് കണ്ടു. ആരവേ ഓക്കെ. സമയം ഇനി 10 മിനിറ്റാണ് ഉള്ളത്. അതുകൊണ്ട് മിസ് സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ.